മാറ്റുവാൻ യേശുക്രിസ്തുവിന് കഴിയും. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട്. യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു കടങ്കഥയോ കെട്ടുകഥയോ ഒന്നുമല്ല. യേശുക്രിസ്തു മതസ്ഥാപിതനായിട്ടല്ല ഇവിടെ വന്നത്. അതുകൊണ്ട് ഈ വാത്സല്യ ഭവനത്തിന്റെ മുറ്റത്ത് നടക്കുന്ന ഈ മീറ്റിംഗ്, ഈ കൺവെൻഷൻ ഒരു മതപ്രഭാഷണമല്ല. ഇതൊരു മതപ്രഭാഷണമല്ല പ്രിയപ്പെട്ടവരെ. ഞങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ച വിടുതലിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങൾ ഇങ്ങനെയുള്ള മീറ്റിംഗ് ക്രമീകരിച്ചു എന്ന് മാത്രമാണ്. ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തകർച്ചയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുകയാണെങ്കിൽ ഞങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി മാറും. എനിക്ക് മുമ്പ് ഇവിടെ അനുഭവങ്ങൾ പങ്കുവെച്ച അജയൻ പാസ്റ്റർ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അദ്ദേഹം ശുശ്രൂഷിക്കുന്ന ദൈവസഭയിൽ ഞാൻ പല പ്രാവശ്യം പോയി ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. പ്രിയ അജയൻ പാസ്റ്റർ സഹോദരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്റെ രോഗവിവരങ്ങളെ കുറിച്ച് ഇവിടെ പറയുവാനിടയായി. അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു രോഗം. അതിനകത്ത് നിന്ന് മെഡിസിന് കൊണ്ട്, ഒരു ഡോക്ടറുടെ ശുശ്രൂഷ കൊണ്ട് അല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ സൗഖ്യത്തിന്റെ കരമെന്ന് പറയുന്നത്. എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന സകല പ്രശ്നത്തിന്റെയും അടിസ്ഥാനപരമായ കാരണം എന്താണ്? റോമാലേഖനം 3-ാം അധ്യായം അതിലെ 23-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. എല്ലാവരും പാപം ചെയ്തു. അടുത്തത്, ദൈവത്തിന്റെ തേജസ്സെ നഷ്ടമാക്കി കളഞ്ഞു. അങ്ങനെ മനുഷ്യനിലേക്ക് മരണം പ്രവേശിക്കുവാനിടയായി. ജാതി മത വ്യത്യാസമില്ലാതെ ഈ ഭൂമിയിൽ സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മരണത്തെയാണ്. ഇവിടെ മരണത്തെ ഭയമില്ലാത്ത എത്ര പേരുണ്ട്? കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയുടെ അപ്പച്ചൻ 93 വയസ്സുണ്ട്. അദ്ദേഹം വീണു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒത്തിരി പരിക്കുകൾ പറ്റി, എല്ലുകളൊക്കെ ഒടിഞ്ഞു. അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോയി സർജറിയൊക്കെ ചെയ്തു. മരണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പേടിയാ. അപ്പൊ നോക്കിക്കേ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ 90-93 വയസ്സ് വരെ അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആക്കും എന്തിനെ പേടിയാ? മരണത്തെ പേടിയാ. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ധന്യനായ പൗലോസ് പറഞ്ഞൊരു വാക്യങ്ങളുണ്ട്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്, മരിക്കുന്നുവെങ്കിൽ അതെനിക്ക് ലാഭം. ഇന്ന് പകൽ ഈ രാത്രിയുടെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞങ്ങൾക്കുറക്കെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒന്നുണ്ട്. മരണം ഞങ്ങൾക്ക് ഒരു ലാഭമാണ്.
മരണം ഞങ്ങൾക്ക് ഒരു നഷ്ടക്കച്ചവടമല്ല, മറിച്ച് മരണം ഞങ്ങൾക്ക് ലാഭമാണ്. എന്താ മരണം ഞങ്ങൾക്ക് ലാഭമാണെന്ന് പറയാനുള്ള കാരണം യേശുക്രിസ്തു മരണത്തെ ജയിച്ചതുകൊണ്ടാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ മരണത്തിന്റെ ശമ്പളം, പാപത്തിന്റെ ശമ്പളം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപത്തിന് എന്തുണ്ട്? ഒരു ശമ്പളമുണ്ട്. ആ ശമ്പളം എന്ന് പറയുന്നത് മരണമാണ്. എന്നാൽ ഞങ്ങളിവിടെ പ്രസംഗിക്കുന്ന, ഞങ്ങളിവിടെ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന, ലോകത്തിന്റെ വെളിച്ചമെന്ന് പറയുന്ന, ലോകത്തിന്റെ രക്ഷകനെന്ന് പറയുന്ന, സകല മനുഷ്യർക്കും രക്ഷയ്ക്ക് കാരണമായി തീർന്ന യേശുക്രിസ്തു മരണത്തെ ജയിക്കുവാനിടയായി തീർന്നു. ഈ ഉലകത്തിൽ അനേകം മഹാത്മാർ ജനിച്ചിട്ടുണ്ട്. ഈ ഭൂമിയുടെ പരപ്പിൽ അനേകം മഹാത്മാർ ജനിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവരാരും മരണത്തെ ജയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. അമേരിക്കയുടെ യുവാക്കളുടെ ഇടയിൽ ഹരമായിരുന്ന മൈക്കൽ ജാക്സൺ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ഒരു ഡോക്ടർ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇന്നതാണെന്ന് പറഞ്ഞു. എനിക്ക് 155 വർഷം വരെ ജീവിക്കണം, എന്നിട്ട് എനിക്ക് ഗിന്നസ് ബുക്കിൽ പേരെടുക്കണം. 155 വർഷം വരെ എനിക്ക് ജീവിക്കണം. അദ്ദേഹത്തിന്റെ വീട് ഒരു ഹോസ്പിറ്റലാക്കി മാറ്റി. ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഹാർട്ട് ഫെയിൽ ആയാൽ ഹാർട്ടിന്റെ സർജറി നടത്താനുള്ള സജ്ജീകരണം, ആന്തരിക അവയവങ്ങൾ അതിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ടാൽ അതിന്റെ സർജറി നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനമുള്ള തന്റെ ഭവനം, തന്റെ ഹാർട്ട് ഫെയിൽ ആയാൽ, തന്റെ കിഡ്നി ഫെയിൽ ആയാൽ അന്നേരം അത് ഡൊണേറ്റ് ചെയ്യാനുള്ള ആൾക്കാരെ കോടികൾ കൊടുത്ത് അദ്ദേഹം മാറ്റി നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 155 വർഷം വരെ ജീവിക്കണം. പക്ഷേ മൈക്കൽ ജാക്സൺ എന്ന് പറയുന്ന ഈ മനുഷ്യൻ 55-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുവാനിടയായി. അപ്പൊ 155 വർഷം വരെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ 55-ാമത്തെ വയസ്സിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ഇന്ന് പകൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ ഇത് പറഞ്ഞതിന്റെ സാരം, മരണത്തെ ജയിച്ചവൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അതാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് ധന്യനായ പൗലോസ് പറഞ്ഞത്, ഹേ മരണമേ, നിന്റെ ക്ഷയം എവിടെ? ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്, മരിക്കുന്നത് ഞങ്ങൾക്ക് ലാഭം. ഇത് നഷ്ടക്കച്ചവടമല്ല. അത് പറയാനുള്ള ധൈര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ തന്റെ ജീവിതത്തിൽ താൻ കണ്ടെത്തുവാനിടയായി തീർന്നു എന്നുള്ളതാണ്. പൗലോസ് യേശുക്രിസ്തുവിനെ തന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ആ വലിയ ആഴമായ ബന്ധത്തിലേക്ക് വരാനിടയായി. അത് പൗലോസിനെ പറയുന്നുണ്ട്. സ്വർഗീയ ദർശനം പ്രാപിച്ച പൗലോസിനെ പറയുന്നുണ്ട്. എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ആ മഹാനായ മനുഷ്യൻ പറയുകയാണ്,
എല്ലാവരും എന്ത് ചെയ്തു? പാപം ചെയ്തു. ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് മനുഷ്യൻ രോഗത്തിനും അസമാധാനത്തിനും മറ്റ് തകർച്ചയിലും അസന്മാർഗിക ജീവിതത്തിലേക്കും മനുഷ്യൻ നിവദിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം ദൈവത്തിന്റെ തേജസ് നഷ്ടമായതുകൊണ്ട്. ഞങ്ങൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിരവധി ഇതുപോലെയുള്ള മുറ്റത്ത് കൺവെൻഷനുകൾ ഞങ്ങൾ ക്രമീകരിക്കാറുണ്ട്. ഞങ്ങൾക്ക് വലിയ ചെലവൊന്നുമില്ല. സ്തോത്രം. ഒരു മുറ്റം കിട്ടിയാൽ ഞങ്ങൾ അവിടെ സുവിശേഷം അറിയിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ശാന്തമായ അന്തരീക്ഷത്തിൽ ഞങ്ങൾ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, മനുഷ്യനിൽ ഈ സമാധാനം നഷ്ടപ്പെട്ടതിന്റെയും മനുഷ്യൻ രോഗിയായി തീരുന്നതിന്റെയും അസന്മാർഗികമായ പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യൻ തിരിയുന്നതും ഓരോ ദിവസത്തെ പത്രവാർത്ത നാം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും തലയിൽ കൈവച്ചു പോകും. എന്റെ സ്ഥലം എരദൂരാണ്. അവിടെ 13-ാം വാർഡിൽ 2 വർഷത്തിനു മുമ്പ് ഒരു സംഭവം നടന്നു. ആ സംഭവം ലോകത്തിലുള്ള സകല മലയാളികളുടെയും സകല മലയാളികളും ആ വാർത്തയെ അറിഞ്ഞതാണ്. എരന്തൂർ നരബലി എന്ന് പറയുന്ന സംഭവം. പത്മയെന്നും റോഷിനി എന്നും പറയുന്ന 2 സ്ത്രീകളെ 56-57 കഷണങ്ങളാക്കി വെട്ടിമുറിച്ച് കുഴിച്ചു മൂടിയ സംഭവം. അവിടെ ആ സംഭവം കാണാൻ അല്ലെങ്കിൽ അതൊക്കെ അവിടെ ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ പോലീസ് അവിടെ വന്ന് ഒരു ചാനലുകാരൊക്കെ അവിടെ വന്നപ്പോൾ നാട്ടുകാർ മുഴുവനും ഇളകി. കേരളക്കരയിൽ പല ജില്ലയിൽ നിന്നും ആൾക്കാർ വന്നു. ഞങ്ങളുടെ ടൗണിൽ, എരന്തൂർ ടൗണിൽ ഓട്ടോ ഓടിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ഈ നരബലി സ്ഥലത്തേക്ക് ഓട്ടോ ഓടിച്ചതിന് 6000 രൂപയാണ് അദ്ദേഹത്തിന് ആ ദിവസം കിട്ടിയത്. അപ്പൊ നിങ്ങൾ വിചാരിച്ചോണം എന്തുമാത്രം ആൾക്കാരാ അവിടെ വന്നു പോയത്. അവിടെ കേട്ട ഒരു വാക്ക്, ഇങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുമോ? ഞാൻ നരബലിയെ കുറിച്ച് പറയാനൊന്നും അല്ല ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരത്തെ കോഴിയുടെ ശരീരം വെട്ടിമുറിക്കുന്നത് പോലെ, നുണ്ണമായി മുറിക്കുന്നത് പോലെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുമോ? എത്ര അരമായ ചോദ്യമാ. ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഇങ്ങനെ മനുഷ്യൻ ക്രൂരനായത് എന്താണ്? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ തേജസ് മനുഷ്യനിൽ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന്റെ തേജസ് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതോടുകൂടി അവനിൽ പാപം പ്രവേശിച്ചു. ദൈവത്തിന്റെ വ്യവസ്ഥ മനുഷ്യൻ ലംഘിച്ചു. അതൊക്കെ പറയണമെങ്കിൽ ഒത്തിരി സമയം വേണം. ഇത് ഒരു മുറ്റത്തെ കൺവെൻഷൻ ആയതുകൊണ്ട് ദീർഘമായ സമയങ്ങളൊന്നും ഞങ്ങൾ മുന്നോട്ടെടുക്കുകയില്ല. അതുകൊണ്ട് ചുരുക്കമായ വാക്കുകളിൽ പറഞ്ഞ് എന്റെ വാക്ക് ഞാനിവിടെ നിർത്താം. ദൈവം പറഞ്ഞ വ്യവസ്ഥ മനുഷ്യൻ ലംഘിച്ചു. എന്താ ദൈവം പറഞ്ഞ വ്യവസ്ഥ? മനുഷ്യനെ എങ്ങനെയാണ് ദൈവം നിർമ്മിച്ചത്? വ്യക്തമായി യെശയ്യാവിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബേ, ഞാൻ സൃഷ്ടിച്ചവനും ഞാൻ നിർമ്മിച്ചവനുമായ യഹോവ അരുളി ചെയ്യുന്നു.
യാക്കോബിനോട് പറയുക, ഞാൻ നിന്നെ സൃഷ്ടിച്ചു, ഞാൻ നിന്നെ നിർമ്മിച്ചു. എന്താ ഇതിന്റെ അർത്ഥം? സൃഷ്ടിക്കുക എന്ന വാക്കിന്റെ അർത്ഥം ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കുക. നിർമ്മിച്ചു എന്ന വാക്കിന്റെ അർത്ഥം ഒരു വസ്തുവിനെ രൂപകൽപ്പന ചെയ്യുക. അപ്പൊ ഈ ശരീരത്തിൽ രണ്ടവസ്ഥയുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, രൂപകൽപ്പന ചെയ്തത്. രണ്ട്, അവൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് അവൻ ഉളവാക്കിയത് ഈ ശരീരത്തിലുണ്ട്. എന്താ ഒന്നുമില്ലായ്മ എന്നുളവാക്കിയത്? ദൈവം നിലത്തെ പൊടിയെടുത്തു കുഴച്ചു, എന്നിട്ട് തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം തന്റെ ശ്വാസം ഈ മനുഷ്യനിലേക്ക് ഊതി നഫാത്ത് ചെയ്തെന്നാണ് വാക്ക് പറയുന്നത്. ഈ മനുഷ്യനിലേക്ക് ദൈവം തന്റെ ശ്വാസം ഊതി. അപ്പോൾ മനുഷ്യൻ എന്തായി മാറി? ജീവനുള്ള ദേഹിയായി മാറി. ആദ്യത്തെ മനുഷ്യൻ, അതിന് ദൈവം പേരെടുത്തു ആദം. ആദമിനെ സൃഷ്ടിച്ച മനുഷ്യൻ, ആദമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ വലിയവനായ ദൈവം തനിക്ക് കൂട്ടായി ഹവ്വയെ കൊടുത്തു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളൊരു വ്യവസ്ഥ വെക്കുക. എന്താ വ്യവസ്ഥ? ഏതൻ തോട്ടം നട്ടുണ്ടാക്കി. ദൈവം സൃഷ്ടിച്ചതല്ല. മരമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടായി. ജീവജാലം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടായി. പറവകൾ, ഇഴജാതികൾ, മൃഗജാതികൾ, ജലജന്തുക്കൾ, അതായത് സസ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായി. എന്നാൽ മനുഷ്യന് പാർക്കാനുള്ള സ്ഥലം അവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതല്ല. വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതൻ തോട്ടം ദൈവം നട്ടുണ്ടാക്കി. എന്തിനു വേണ്ടിയാ? തന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ പാർപ്പിക്കുവാൻ. എന്നിട്ട് ദൈവം മനുഷ്യനോട് പറഞ്ഞു, ആദ്യ മനുഷ്യനോട് പറഞ്ഞു, ഈ ഭൂമിയിലുള്ള ഈ കാണുന്നതൊക്കെയും നിനക്കുള്ളതാ. ഈ കാണുന്ന മൃഗജാതികൾ, ഇഴജാതികൾ, സസ്യങ്ങൾ, ജലജന്തുക്കൾ, പർവ്വജാതികൾ, ഇതെല്ലാം നിനക്കുള്ളതാ. നിന്റെ വാക്കിന്റെ മുമ്പിൽ അത് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. നീ പറയുന്നത് അനുസരിക്കും. ഇന്ന് സിംഹത്തെ കാണുമ്പോൾ നമുക്ക് പേടിയല്ലേ? ഇവിടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേളിൽ നിന്ന് ഒരു രാജവെമ്പാല ഇഴഞ്ഞു വന്നാൽ നിങ്ങളെല്ലാം ചാടി എഴുന്നേക്കും. എന്തിനേറെ പറയുന്നു, ഇവിടെ ഒരു മൂർഖൻ കയറിയാൽ മതി, നിങ്ങളെല്ലാം പേടിക്കും. എന്താ കാരണം? അന്ന് ഇതിനെയെല്ലാം മനുഷ്യന് കീഴ്പ്പെടുത്തി ദൈവം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം നിനക്കുള്ളതാ. ഇതിനെല്ലാം നീ അടക്കി അടക്കി രാജാക്കന്മാരെ പോലെ നീ വാഴണം. എത്ര അധികാരത്തോടു കൂടിയ ദൈവം മനുഷ്യനെ ആക്കിയത്. പക്ഷേ സാത്താൻ അതൊത്തിരി ഒത്തിരി സബ്ജക്റ്റാണ്. ആ വാക്യമൊക്കെ ഒത്തിരി സബ്ജക്റ്റാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഉപായത്താൽ ഹവ്വയെ ഉപായത്താൽ ചതിക്കാൻ പിശാച് ഏദൻ തോട്ടത്തിലേക്ക് കയറി. എന്നിട്ട് നമുക്കറിയാം, ദൈവത്തിന്റെ വ്യവസ്ഥ മനുഷ്യൻ ലംഘിച്ചു. അങ്ങനെയാണ് മനുഷ്യനിലേക്ക് പാപം പ്രവേശിച്ചത്. ആ പാപിയായി തീർന്ന മനുഷ്യനെ